ഏദൻ ഉൾക്കടലിൽ ചരക്കുകപ്പലിൽ ഹൂതി മിസൈൽ പതിച്ച് 2 മരണം, 6 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. കപ്പലിലെ 20 ജീവനക്കാരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ട് 3-ന് തെക്കൻ യമനിൽ നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് സൗദിയിലേക്ക് പോയ ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഗാസയ്ക്ക് പിന്തുണ അറിയിച്ച് യമനിലെ ഹൂതി വിമതർ നവംബർ മുതൽ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. മരണം സംഭവിക്കുന്നത് ആദ്യമാണ്. തിങ്കളാഴ്ച ഹൂതി മിസൈൽ പതിച്ച MSC സ്കൈ 2 എന്ന കപ്പലിനെ ഇന്ത്യൻ നേവി രക്ഷിച്ചിരുന്നു. 13 ഇന്ത്യക്കാരടക്കം 23 ജീവനക്കാരും സുരക്ഷിതരാണ്. ഏദൻ ഉൾക്കടലിൽ ഹൂതി മിസൈൽ ആക്രമണം നേരിട്ട ചരക്കുകപ്പലിനെ രക്ഷിച്ച ഇന്ത്യൻ നാവികസേന. സിംഗപ്പൂരിൽ നിന്ന് ജിബൂട്ടിയിലേക്ക് പോവുകയായിരുന്ന MSC സ്കൈ 2 എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ലൈബീരിയയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള MSC ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണിത്. 23 ജീവനക്കാരിൽ 13 പേർ ഇന്ത്യൻ പൗരന്മാരായിരുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു. തിങ്കളാഴ്ച രാത്രി ഏദൻ ഉൾക്കടലിന് 90 നോട്ടിക്കൽ മൈൽ തെക്കുകിഴക്കായി സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി നേവി അറിയിക്കുന്നത്. തീപിടുത്തമുണ്ടായ കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചയുടൻ നേവി യുദ്ധക്കപ്പൽ INS കൊൽക്കത്ത അപകട സ്ഥലത്തേക്ക് തിരിച്ചു. 12 അംഗ വിദഗ്ധ അഗ്നിശമന ടീമിന്റെ സഹായത്തോടെ ചരക്കുകപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കി. കപ്പലിന് ഗുരുതരമായ കേടുപാടുകളില്ല. സുരക്ഷ ഉറപ്പാക്കിയതിനു പിന്നാലെ ചരക്കുകപ്പൽ യാത്ര തുടർന്നു. ഡിസംബർ മുതൽ മേഖലയിൽ ആക്രമണം നേരിട്ട നിരവധി കപ്പലുകൾക്ക് ഇന്ത്യൻ നേവി സഹായം എത്തിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. അതേസമയം കരീബിയൻ രാജ്യമായ ബാർബഡോസിനു വേണ്ടി സർവീസ് നടത്തുകയായിരുന്ന ചരക്കുകപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന കപ്പലിനെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നേവിയും പങ്കുചേർന്നിട്ടുണ്ടെന്നാണ് വിവരം. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ, എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതിക്കുള്ള പ്രധാന പാതയാണ് ചെങ്കടൽ. ഹൂതി ആക്രമണത്തെ തുടർന്ന് പല കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള കയറ്റുമതി നിർത്തിവച്ചിരിക്കുകയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോകുന്ന ബദൽ റൂട്ടാണ് പല കപ്പലുകളും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ പാതയിൽ സഞ്ചരിക്കാൻ യാത്രാ ചെലവും ദൈർഘ്യവും കൂടുതലാണ്. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക, ബ്രിട്ടൻ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ കനത്ത ആക്രമണം ഉണ്ടായിരുന്നു. 13 ഇടങ്ങളിലായി 36 ഹൂതി കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞയാഴ്ച ആക്രമണം ഉണ്ടായത്. ചെങ്കടൽ ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, ലോഞ്ചറുകൾ എന്നിവയ്ക്ക് നേരെയായിരുന്നു അമേരിക്ക, ബ്രിട്ടൻ സഖ്യത്തിന്റെ ആക്രമണം. നവംബർ മുതൽ ചെങ്കടലിൽ അമേരിക്കൻ, UK, ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ഹൂതി സായുധ സംഘങ്ങളുടെ ആക്രമണം ശക്തമാണ്. പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ ഇതുവരെ 30ഓളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യവും രൂപീകരിച്ചിരുന്നു. അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്നാണ് ഹൂതികളുടെ നിലപാട്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടൽ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് അൽ ബുഖൈദി പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.